അങ്ങനെ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നികുതി ഇളവുകളുണ്ട്. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ ഇറക്കുമതി തീരുവ 18% കുറയുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന 25% അധിക തീരുവ അമേരിക്ക ഒഴിവാക്കി. ഇന്ത്യൻ കാർഷിക ക്ഷീരമേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള കരാറെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, കേന്ദ്ര വാണിജ്യ മന്ത്രിയുടെ ഒരു ആദ്യ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ കാർഷിക മേഖലയും വസ്ത്രമേഖലയും ഒക്കെ സംരക്ഷിക്കുന്നതിനുള്ള കൃത്യമായ പരിഗണന ഈ കരാറിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം നമ്മുടെ മുന്നിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ഈ കരാറിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? എത്രമാത്രം പ്രതീക്ഷയും പ്രത്യാശയും പങ്കുവെക്കുന്നതാണ് ഈ കരാർ? ഇടക്കാല കരാറിൻ്റെ ഒരു ചട്ടക്കൂടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള മറ്റൊരു ഒപ്പിടൽ കൂടി അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ഇന്ത്യയുടെ മേൽ ചുമത്തിയിരുന്ന 25% അധിക നികുതി അതൊരു 18% കുറക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള വാർത്ത. കാര്യം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുവയിൽ മാറ്റം വരുത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇന്നലെയും നിരന്തരം ചോദിച്ചതാണ് ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ ഏതൊക്കെ തരത്തിലുള്ള തീരുമാനം എടുത്തു, അത് വേണ്ടെന്ന് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിലും കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന നിലപാട് വാസ്തവമാണോ, അതോ ഇന്ത്യയിൽ ഇനിയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുമോ അതോ കുറക്കുമോ എന്നുള്ളൊരു കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല, പാർലമെന്റിനെ അറിയിച്ചിട്ടുമില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ കരാറുള്ള ചട്ടക്കൂട് പൂർത്തിയായിരിക്കുകയാണ്. ഈ ചട്ടക്കൂട് പ്രകാരമാണെങ്കിൽ ഈ 18% നികുതി എന്നുള്ളത് വലിയ തരത്തിലുള്ള ഇന്ത്യക്ക് നേട്ടമാണെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാര്യം ചൈന, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ നികുതി കുറഞ്ഞ രീതിയിലായിരിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കാൻ സാധ്യമാകുക. ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഉള്ളത് ഈ സോയാബീൻ്റെയും ധാന്യങ്ങളുടെയും എല്ലാം ഇറക്കുമതിയാണ്. ഈ ഇറക്കുമതി ചെയ്തു കഴിയുമ്പോൾ പലതിനും പൂജ്യ നികുതിയിലേക്ക് എത്തും എന്നുള്ള ഒരു അവകാശവാദമാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് ഏതൊക്കെ ധാന്യങ്ങൾക്കാണ്, ഏതൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ആയിട്ടില്ല. അതേസമയം തന്നെ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ, ഇന്ത്യയുടെ കാർഷിക വിപണി, ഇന്ത്യയുടെ ക്ഷീര വിപണി തുടങ്ങിയവയെല്ലാം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടാണ് നടത്തുന്നത് എന്നുള്ള ഉറപ്പ് ഇപ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഇവർ പാർലമെന്റിൽ പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മാത്രമല്ല വരുന്ന 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ ഇറക്കുമതി വിവിധ ഉൽപ്പന്നങ്ങളിൽ, അതായത് വിമാനഭാഗങ്ങളുടെ അടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ കേന്ദ്രം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത, ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചോദ്യം, ഈ കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിലാണ് ഇത് ബാധിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഇന്ത്യക്ക് എത്രത്തോളം ഒരു ഉറപ്പ് ലഭിച്ചു എന്നുള്ളതിനാണ് നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വസ്തുത.